മലയാളികളായ നമ്മുടെ എല്ലാവരുടെയും ഒരു സ്വപ്നമാണ് ശമ്പളം ഒന്ന് കൂടി കിട്ടുക എന്നുള്ളത്. അഥവാ ഇപ്പം പുതിയ നല്ല ശമ്പളമുള്ളൊരു ജോലി കിട്ടുകയോ അല്ലെങ്കിൽ ഇപ്പോഴുള്ള ജോലിയിൽ നല്ലൊരു ശമ്പളം കിട്ടുക, ഇതെല്ലോ മലയാളികളുടെയും ഒരു സ്വപ്നമാണ്. അതിനെന്താണ് ചെയ്യേണ്ടത്? അതാണ് നമ്മളിന്ന് സംസാരിക്കുന്നത്. അൻഷാർ മുഹമ്മദ് വിധിയും നമ്മൾ ഇപ്പം ഈ അടുത്തൊരു ഇൻ്റർവ്യൂ നടത്തിയ സമയത്ത് നമ്മൾ എക്സ്പെക്റ്റഡ് സാലറി ചോദിച്ചു. അപ്പം വലിയ സാലറിയാണ് ചോദിക്കുന്നത്. അപ്പോൾ ഒരു ഇൻ്റർവ്യൂ നടത്തി നോക്കാമെന്ന് വിചാരിച്ചു. ഇൻ്റർവ്യൂ നടത്തി. അപ്പോൾ നേരെ വന്ന ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയുന്നില്ല. പക്ഷെ നമ്മൾ വലിയ ശമ്പളമാണ് നമുക്ക്, അത് നമ്മുടെ ഒരു ആഗ്രഹമാണ്, അത് കുഴപ്പമില്ല. അപ്പോൾ ഞാൻ പറയുന്നത്, ഈ നമ്മൾ നല്ല ഒരു ശമ്പളം നമുക്ക് കിട്ടും. അപ്പോൾ അതനുസരിച്ചുള്ളൊരു സ്കില്ല് നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരാശയം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇപ്പം ഒരു 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 ജോലി, ഇപ്പം പല ആളുകളും, ഉദാഹരണം പറയാം, അക്കൗണ്ടൻ്റായിട്ട് ജോലി ചെയ്യുന്ന ഒരാൾ, അപ്പോൾ അദ്ദേഹത്തിന് നല്ല ശമ്പളമുള്ള ജോലിയിലേക്ക് മാറണം. അപ്പം വർഷങ്ങളായി കമ്പനികളിൽ ജോലി ചെയ്യുന്ന ആളുകൾ എല്ലാ ആഴ്ചയും ഫൈനാൻഷ്യൽ വീക്ക്ലി റിപ്പോർട്ടുകൾ ബോസിന് സബ്മിറ്റ് ചെയ്യുന്നു. പക്ഷേ ഇതുവരെ എല്ലാ ആഴ്ചയും ആ റിപ്പോർട്ടുകൾ ഉണ്ടാക്കുന്നു എന്നതിനപ്പുറം ആ റിപ്പോർട്ട് എന്താണ്, ഇത് എന്തിനാണെന്ന് ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ല. അതാണ് ജോലിയിലെ സ്കില്ലെന്ന് പറയുന്നത്. സ്കില്ല് ഡെവലപ്പ് ചെയ്താലേ നമുക്ക് നല്ല ജോലിയും നല്ല കമ്പനിയിലുള്ള ജോലിയും നല്ല ശമ്പളവും കിട്ടുള്ളൂ. അപ്പോൾ ഈ സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ നമ്മൾ നല്ല ഒരു ശമ്പളമാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, എനിക്ക് എൻ്റെ ഈ മേഖലയിൽ നല്ല ശമ്പളം കിട്ടാൻ എന്ത് കഴിവാണ് ഞാൻ ഉണ്ടാക്കിയെടുക്കേണ്ടത്, എന്ത് കഴിവാണ് ഞാൻ വളർത്തിയെടുക്കേണ്ടത്. ഇപ്പം ഫോർ എക്സാമ്പിൾ സെയിൽസിലേക്ക്, ഇപ്പോൾ നമ്മുടെ സെയിൽസ് ട്രെയിനിങ്ങിൽ വരുന്ന ആളുകൾ, നമ്മൾ സെയിൽസ് ട്രെയിനിങ്ങിൽ കീ റിസൾട്ട് ഏരിയ എന്ന് പറഞ്ഞിട്ട് ഒരു ഏരിയ നമ്മൾ ഡിസ്കസ് ചെയ്യും. അതിൽ ഏതിലാണ് നമുക്ക് കഴിവ് കുറവുള്ളത് എന്ന് നമ്മൾ നോക്കും. കാരണം സെയിൽസിൽ വളരെ പ്രധാനപ്പെട്ട 7 കീ റിസൾട്ട് ഏരിയ ഉണ്ട്. ഈ ഏരിയയിൽ ഒന്നിൽ നമ്മൾ വീക്കായി കഴിഞ്ഞാൽ നമുക്ക് സെയിൽ കിട്ടില്ല, നമുക്ക് ബിസിനസ് കിട്ടില്ല. അപ്പം ആ ഏരിയ ഏതാണെന്ന് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത് അതിന് വേണ്ടി ഒരു ആക്ഷൻ പ്ലാൻ ഉണ്ടാക്കി നമ്മൾ വർക്ക് ചെയ്യുക എന്നുള്ളതാണ് സെയിൽസിലെ ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത്. അപ്പോൾ ഇതേപോലെ എല്ലാ ജോലിയിലും നമ്മളിപ്പോൾ അക്കൗണ്ട്സിൽ ഇപ്പോൾ ഫൈനൽ അക്കൗണ്ടൊക്കെ ചെയ്യുന്ന ആളുകളുണ്ട്. പക്ഷേ ഈ ഫൈനൽ അക്കൗണ്ട് അദ്ദേഹം പഠിച്ചതുപോലെ എങ്ങനെ ചെയ്യുക എന്നല്ലാതെ ഇതിലെന്താണ് കമ്പനിയുടെ അവസ്ഥ, ഇതുകൊണ്ട് കമ്പനിക്ക് എന്ത് നേട്ടമാണ് ഉണ്ടാകുന്നത്, അതൊരു അനാലിസിസ് ചെയ്യാനുള്ളൊരു കഴിവ് ഒരു അക്കൗണ്ടൻറ്റിന് ഉണ്ടെങ്കിൽ അങ്ങനത്തെ അക്കൗണ്ടൻറ്റുമാർക്ക് നല്ല ശമ്പളം കിട്ടും. അപ്പോൾ ഏറ്റവും പ്രധാനമായി നമുക്ക് വേണ്ടത്, എനിക്ക് നല്ല ശമ്പളം കിട്ടണം, അതനുസരിച്ചുള്ളൊരു ജോലി വേണം, അതനുസരിച്ച് ഞാൻ പ്രൊഫഷണലി ഉഷാറാവണം എന്നുള്ള ഒരു ബേണിംഗ് ഡിസയറാണ് നമുക്ക് ആദ്യം വേണ്ടത്. അതാണ്, എനിക്ക് ഈ മേഖലയിൽ എന്തെങ്കിലും ഒന്നാകണം. അപ്പം അങ്ങനെ ആകുന്ന അപ്പോൾ ആ ഒരു ആഗ്രഹം ഉണ്ടാവുക എന്നുള്ളതാണ് ഒന്നാമത്തെ സ്റ്റെപ്പ്. രണ്ടാമത്തത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ വീക്ക് പോയിൻ്റ് ഏതാണ്. നമുക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ജോലി അല്ലെങ്കിൽ അത്തരം ഒരു ശമ്പളം കിട്ടാൻ തടസ്സം നിൽക്കുന്ന ഒരു കഴിവ് നമുക്കുണ്ടാകും. ഇപ്പോൾ പല ആളുകൾക്കും അത് ഇംഗ്ലീഷ് ലാംഗ്വേജ് ആയിരിക്കും. ഇംഗ്ലീഷ് നല്ലവണ്ണം സംസാരിക്കാൻ കഴിയില്ല. അപ്പം ഇപ്പോൾ ഉള്ള ജോലിയിൽ ഇംഗ്ലീഷ് നല്ലവണ്ണം സംസാരിക്കാൻ പറ്റിയാൽ, ഫ്ലുവൻ്റായിട്ട് സംസാരിക്കാൻ പറ്റിയാൽ, നല്ല വൃത്തിയായിട്ട് ഇമെയിൽ ഡ്രാഫ്റ്റ് ചെയ്യാൻ പറ്റിയാൽ നമുക്ക് നല്ല അവസരങ്ങളുണ്ട്. അപ്പോൾ നമ്മുടെ ഒരു വീക്ക് പോയിൻ്റ് എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്യാനുള്ളതാണ്. ചില ആളുകൾക്ക് ലീഡർഷിപ്പ് സ്കില്ലുണ്ടാവില്ല, കമ്മ്യൂണിക്കേഷൻ സ്കില്ലുണ്ടാവില്ല. അപ്പം ഏത് സ്കില്ലാണ് എൻ്റെ മേഖലയിൽ ഏറ്റവും ഉയരാൻ എനിക്ക് പറ്റുന്നത്, അങ്ങനെ ഉയരുമ്പോഴാണല്ലോ നല്ല ശമ്പളം കിട്ടുക, അത് ഏതാണ് എന്ന് നമ്മൾ കണ്ടെത്തുക. വി നീഡ് ടു ഐഡൻറ്റിഫൈ ദ ഗ്യാപ്പ്, ദ സ്കിൽ ഗ്യാപ്പ്. ഏത് സ്കില്ലാണ് നമുക്ക് വേണ്ടത് എന്ന് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യാം. എന്നിട്ട് അതിനൊരു പ്ലാൻ ഉണ്ടായി നമ്മളത് വർക്കൗട്ട് ചെയ്യാനുള്ളതാണ്. ഇപ്പോൾ 20 വർഷമായിട്ട് ഒരു കമ്പനിയിൽ സെയിൽസ് മാനേജറായിട്ട് ജോലി ചെയ്യാണ്. 20 വർഷം ജോലി ചെയ്തിട്ട് അദ്ദേഹം കമ്പനിയെ കുറ്റം പറയുന്നു, ഞാൻ 20 വർഷമായി, ഈ ആയ വർഷത്തിനനുസരിച്ചുള്ള ഒരു ഇൻക്രിമെൻ്റ് ഒന്നും എനിക്ക് ഈ കമ്പനിയിൽ കിട്ടിയിട്ടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ അദ്ദേഹവുമായി സംസാരിച്ചപ്പം ഈ 20 വർഷമായി സെയിൽസുമായി ബന്ധപ്പെട്ട ഒരൊറ്റ പുസ്തകം പോലും ഇദ്ദേഹം വായിച്ചിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ഫീൽഡിലുള്ള കുറേ പുസ്തകങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് ഒരുപാട് അറിവുകൾ കിട്ടും. ആ മേഖലയിൽപ്പെട്ട ട്രെയിനിങ്ങുകൾ അറ്റൻഡ് ചെയ്യുക, അതുമായി ബന്ധപ്പെട്ട വർക്ക്ഷോപ്പുകൾ അറ്റൻഡ് ചെയ്യുക. ഇങ്ങനെ അറ്റൻഡ് ചെയ്യുമ്പോഴല്ലേ നമുക്ക് ആ സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. അത് 20 വർഷമായിട്ട് നമ്മൾ നിൽക്കുന്ന മേഖലയെക്കുറിച്ച് ഒരു പുസ്തകം പോലും വായിച്ചിട്ടില്ലെങ്കിൽ നമ്മളെങ്ങനെയാണ് അപ്ഡേറ്റ് ആവുക? അപ്പം ഈ ഒരു സ്കിൽ ഡെവലപ്മെൻറ്റിന് വേണ്ടതാണ് നമ്മൾ പരമാവധി വർക്ക്ഷോപ്പിൽ അറ്റൻഡ് ചെയ്യാന്നുള്ളത്. ഇപ്പം നിങ്ങളൊരു സെയിൽസിലാണെങ്കിൽ, ഇപ്പം നമ്മൾ സെയിൽസ് ട്രെയിനിങ് ചെയ്യുന്നുണ്ട്, സെയിൽസിലാണെങ്കിൽ നമ്മൾ നിർബന്ധമായിട്ടും ഇപ്പം ഞാൻ സെയിൽസിലേക്ക് വന്ന ഒരാളാണ്.
സെയിൽസിലേക്ക് വന്നിട്ട് എനിക്ക് ഒന്നും അറിയില്ല. എന്താണ് സെയിൽസ്? ഇതെങ്ങനെ തുടങ്ങണം? എങ്ങനെയാണ് വർക്ക് കിട്ടുക? എങ്ങനെയാണ് ബിസിനസ് പിടിക്കുക? ഇതൊന്നും അറിയില്ല. അപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് എനിക്ക് കുറേ പുസ്തകങ്ങൾ പറഞ്ഞു തന്നു. ഞാൻ ആ പുസ്തകം വാങ്ങി വായിച്ചു. അദ്ദേഹം ഒരുപാട് ട്രെയിനിങ്ങുകൾ പറഞ്ഞു തന്നു. ആ ട്രെയിനിങ്ങുകൾ അറ്റൻഡ് ചെയ്തു. അപ്പം നല്ല ഒരു മെൻറ്റർ നമുക്ക് വേണം. നല്ല ഒരു മെൻറ്റർ നമുക്ക് വേണം. നമ്മളെ വളർത്തുന്ന, നമ്മൾ വളരണമെന്ന് ആഗ്രഹിക്കുന്ന നല്ല ഒരു മെൻറ്റർ നമുക്ക് വേണം. അപ്പം എനിക്ക് ആ ഒരു മെൻറ്റർ ഉള്ളത് കൊണ്ടാണ് എനിക്ക് സെയിൽസിലേക്ക് എത്താനും പിന്നെ ബിസിനസ്സിലേക്ക് എത്താനും പിന്നെ ഈ സെയിൽസ് ട്രെയിനിങ്ങും ബിസിനസ് ട്രെയിനിങ്ങും എടുക്കാൻ വേണ്ടി എനിക്ക് കഴിഞ്ഞത് അങ്ങനത്തെ ഒരു നല്ല മെൻറ്റർ ഉള്ളത് കൊണ്ടാണ്. അപ്പം നല്ല ഒരു മെൻറ്റർ ഉണ്ടെങ്കിൽ അദ്ദേഹം പറഞ്ഞൊരു ഏത് പുസ്തകം വായിക്കണം. അപ്പം നമ്മുടെ ഫീൽഡിൽ ഏറ്റവും മികച്ച രീതിയിൽ നിൽക്കുന്ന ആളുകളുണ്ടാകും. അവരെ കാണുകയും സംസാരിക്കുകയും ചെയ്യുക. എനിക്ക് നിങ്ങളെപ്പോലെ ഈ മേഖലയിൽ ഏറ്റവും ഉഷാറാവണം. അതിനെന്താണ് ചെയ്യാവുന്നതാണ്. ഇപ്പം എന്നോട് നേരത്തെ ഒരാൾ ചോദിച്ചു, ഒരു കമ്പനിയിൽ സെയിൽസ് മാനേജറുടെ വേക്കൻസി ഉണ്ട്, ഒരു ഓപ്പറേഷൻ മാനേജറുടെ വേക്കൻസി ഉണ്ട്. അപ്പം ഞാനിതിൽ ഏതാണ് അപ്ലൈ ചെയ്യുക? അപ്പം അദ്ദേഹത്തിന് വളരെ കുറഞ്ഞ ചെറിയ ജോലിയേ ഉള്ളൂ. അപ്പം ഞാൻ ചോദിച്ചു, ആ കമ്പനിയിൽ ഇപ്പം നിലവിലൊരു സെയിൽസ് മാനേജർ ഉണ്ടാവുമല്ലോ? ഉണ്ടാവും. അല്ലെങ്കിൽ നിലവിലൊരു ഓപ്പറേഷൻ മാനേജർ ഉണ്ടാവുമല്ലോ? ഉണ്ടാവും. അപ്പം ആ ഒരു വ്യക്തിയുടെ കഴിവുകൾ എന്തൊക്കെയാണ്? ആ ഒരു വ്യക്തിയുടെ ക്വാളിഫിക്കേഷൻ എന്തൊക്കെയാണ്? ആ ഒരു വ്യക്തിയുടെ സ്കില്ലുകൾ എന്തൊക്കെയാണ് എന്ന് നോക്കുക. ആ ഒരു വ്യക്തിയുടെ തിങ്കിങ് പാറ്റേൺ എന്താണ്? അദ്ദേഹത്തിൻ്റെ ലീഡർഷിപ്പ് ക്വാളിറ്റി എന്താണ്? അദ്ദേഹത്തിൻ്റെ കമ്മ്യൂണിക്കേഷൻ സ്കില്ലുകൾ എന്തൊക്കെയാണ്? ഇതെല്ലാം നോക്കുക. അതുകൊണ്ട് ആ പൊസിഷനിലേക്കാണല്ലോ നിങ്ങൾ അപ്ലൈ ചെയ്യാൻ പോണത്. അപ്പം അദ്ദേഹത്തിൻ്റെ ആ പൊസിഷനിലേക്ക് നിങ്ങൾ പോകണമെങ്കിൽ അദ്ദേഹത്തെ പോലെ ആവണം നമ്മൾ. അദ്ദേഹത്തെ പോലെ ആവണം. ഇപ്പോൾ ചില ആളുകൾ പറയും, എനിക്ക് എൻ്റെ കമ്പനി, ഞാൻ അക്കൗണ്ടൻ്റാണ്, എനിക്കിങ്ങനെ വളർന്ന് എൻ്റെ കമ്പനിയുടെ ഒരു ഫിനാൻഷ്യൽ കൺട്രോളറായി ആ ഒരു പൊസിഷനിലേക്ക് എനിക്ക് എത്തണമെന്ന് പറയും. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത്, ആ പൊസിഷനിൽ നിൽക്കുന്ന അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസം എന്താണ്? ആ പൊസിഷനിൽ നിൽക്കുന്ന അദ്ദേഹത്തിൻ്റെ കഴിവുകൾ എന്താണ്? സ്കില്ലുകൾ എന്തൊക്കെയാണ്? അദ്ദേഹത്തിൻ്റെ ലീഡർഷിപ്പ് ക്വാളിറ്റി എന്താണ്? കമ്മ്യൂണിക്കേഷൻ എന്താണ്? ഇതെല്ലാം നമ്മൾ നോക്കി മനസ്സിലാക്കി ഒബ്സർവ് ചെയ്യണം. നമ്മുടെ ലക്ഷ്യം അതാണ്, അങ്ങോട്ട് എത്തുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അങ്ങനെ പടിപടിയായി നമ്മൾ ആ സ്കില്ല് ഡെവലപ്പ് ചെയ്യുക. എല്ലാ ദിവസവും 1 മണിക്കൂറെങ്കിലും നമ്മുടെ ഫീൽഡുമായി ബന്ധപ്പെട്ട് വായിക്കാനുള്ളൊരു സമയം നമ്മൾ കണ്ടെത്തണം. നമ്മൾ വെറുതെ എനിക്ക് ശമ്പളം അത്ര വേണം ഇത്ര വേണം എന്ന് പറഞ്ഞ കാര്യമില്ല. നമ്മൾ പണിയെടുക്കണം, നമ്മൾ ആക്റ്റീവായിട്ട് ആക്ഷൻ എടുക്കണം. അപ്പോൾ ഒന്ന് ആഗ്രഹം ഉണ്ടാവുക, എന്നിട്ട് നല്ലൊരു പ്ലാൻ, നമ്മുടെ വീക്ക് സ്കിൽ ഗ്യാപ്പ് എന്താണെന്ന് നോക്കുക. ഏത് സ്കില്ലാണ് ആ മേഖലയിലേക്ക് എത്താൻ നമുക്ക് വേണ്ടതെന്നും ഐഡൻറ്റിഫൈ ചെയ്യുക. എന്നിട്ട് അതിനൊരു പ്ലാനൊക്കെ ഉണ്ടാക്കി അതുമായി ബന്ധപ്പെട്ട ട്രെയിനിങ്ങുകൾ അറ്റൻഡ് ചെയ്ത് അതുമായി ബന്ധപ്പെട്ട കുറേ പുസ്തകങ്ങൾ വായിച്ച് അങ്ങനെ പടിയായി നമുക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന സ്വപ്ന ജോലി അതോടൊപ്പം സ്വപ്ന സാലറി നമുക്ക് സ്വന്തമാക്കാൻ കഴിയും. ഇത് ഇപ്പോൾ പ്രവാസ ലോകത്ത് നല്ല അവസരമാണ്. എല്ലാ ഗൾഫ് രാജ്യങ്ങളിലും നല്ല അവസരമാണ്. ഇപ്പോൾ സൗദി വിഷൻ 2030 എന്ന് പറഞ്ഞ് മുന്നോട്ട് പോവാണ്. ഇതേപോലെ നമുക്കും ഒരു വിഷനൊക്കെ വെച്ച് മുന്നോട്ട് പോകാൻ സാധിക്കണം. അതുകൊണ്ട് ഇത് നമ്മൾ പരിഗണിച്ച് മുന്നോട്ട് പോയാൽ തീർച്ചയായും നമുക്ക് ഏറ്റവും നല്ല ഉയരത്തിലെത്താം. വീണ്ടും കാണാം. താങ്ക് യു വെരി മച്ച്.